വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിനു മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. രണ്ട് കാര്യങ്ങളാണ് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത്. അത് നമ്മൾ ഓർപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഹാനോക്കിന്റെ ജീവിതത്തെ കുറിച്ച് പറയുന്ന വാക്ക്, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു, വിശ്വാസത്താലാണ് മുമ്പോട്ട് പോയത്, എന്നവൻ എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. എന്ന് പറഞ്ഞാൽ നാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെ സാധിക്കും. പലപ്പോഴും നമ്മൾ ചില സംസ്കാര ശുശ്രൂഷകൾ സംബന്ധിക്കുമ്പോഴാണ് അവിടെ കേൾക്കുന്ന അനുസ്മരണങ്ങളിലാണ് ഇദ്ദേഹം അങ്ങനെ ആയിരുന്നു അല്ലെങ്കിൽ ആ സഹോദരി ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെയുള്ള പൊതുജനം അറിയുന്നു. എന്നാൽ ദൈവം ആ വ്യക്തിയെ കുറിച്ച് വിലയിരുത്തുന്നത് മരണശേഷമുള്ള വിലയിരുത്തലല്ല. ഇവിടെ വായിക്കുന്നത്, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ ഏതൊക്കെ ആയിരുന്നാലും നാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കണം എന്ന് ഇവിടെ നാം കാണുകയാണ്. രണ്ടാമത്തെ ഭാഗത്തേക്ക് കടന്നുപോയിട്ട് 6-ാം വാക്യത്തിലെ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്ന് തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്ന് നാം വിശ്വസിക്കേണ്ടത്. അഥവാ നമ്മുടെ ജീവിതം അവസാനിച്ചാൽ നമ്മുടെ ജീവിതത്തെ വിലയിരുത്തി ദൈവം പ്രതിഫലം കൊടുക്കുന്നവനാണ്, തരുന്നവനാണെന്നുള്ളതായ ഉത്തമമായ ബോധ്യത്തോടുകൂടെ നാം വിശ്വാസ ജീവിതം നയിക്കും. പലപ്പോഴും ഈ ഭാഗം നമുക്ക് പലപ്പോഴും പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ ഓർക്കാറുണ്ടെങ്കിലും അനുദിന ജീവിതത്തിന്റെ മേഖലകളിൽ നാം പലപ്പോഴും മറന്നു പോകുന്നവരാണ്. ഞാൻ പലപ്പോഴും ഓർക്കുന്ന ഒരു വാക്യമുണ്ട്. 1 അധ്യായത്തിന്റെ ഞാൻ പലപ്പോഴും സംസാരമധ്യേ പ്രസംഗമധ്യേ ഓർപ്പിച്ചിട്ടുള്ളതാണ്. 17 വാക്യം. 1 അധ്യായത്തിൽ ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും എന്നെഴുതിയിരിക്കുന്നുവല്ലോ. മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവർത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കും. ഇവിടെ വായിക്കുന്നത്, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ വിശുദ്ധരായിരിക്കും എന്ന് എഴുതിയിരിക്കുന്നത്. പഴയ നിയമത്തിലെ ഉദ്ധരണിയാണ്, നമുക്കറിയാം. പിന്നെ വായിക്കുന്നത്, മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ. ഇവിടെ ന്യായം വിധിക്കാവുന്ന ശിക്ഷാവധിയെ കൊടുത്ത് നരകത്തിലേക്ക് അയക്കുമെന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ ദൈവമക്കളോടാണല്ലോ പറയുന്നത്. നമ്മുടെ പ്രവൃത്തികളെ വിലയിരുത്തിക്കൊണ്ടാണ് വായിക്കുന്നത് പോലെ പ്രതിഫലം. അപ്പോൾ നാം മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ ദൈവമാണ് നമ്മുടെ പ്രവർത്തികളെ വിലയിരുത്തുന്നത്. ഞാൻ തിരുവനന്തപുരത്ത് പലപ്പോഴും ഓർപ്പിച്ചതുപോലെ കേരളത്തിലെ പല സ്ഥലങ്ങളിലും നമ്മുടെ മരണ ശുശ്രൂഷകളൊക്കെ മണിക്കൂറുകൾ നീണ്ടു പോകുന്നതായിട്ട് കാണാം. 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ നീണ്ട് പലരും വളരെ വിഭിഷ്ടപ്പെട്ടവരാണ് അഭിനയിക്കുന്നത്. എന്നാൽ അത് എന്താ പറയുന്നത്, ഒരാൾ പറഞ്ഞത് തന്നെയാണ് ആവർത്തിച്ച് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും കേൾക്കുന്നവർക്ക് ഒരു മുഷിപ്പ് തോന്നാവുന്ന രീതിയാണ്. എന്നാൽ ഞാൻ പറയട്ടെ, നമ്മുടെ പ്രവൃത്തികളിൽ നമ്മുടെ ലേഖനത്തിൽ വായിക്കുന്നത്, കർത്താവാണ് മുഖപക്ഷം കൂടാതെ ന്യായം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവൃത്തികളെ വിലയിരുത്തി പ്രതിഫലം നൽകും. അതുകൊണ്ട് മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നതിനായിട്ടല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനായിട്ട് നമുക്ക് ജീവിക്കാം. വിശ്വാസത്തിന്റെ പാതയെ വ്യതിചലിക്കാതെ മുമ്പോട്ട് പോകാൻ ഇടയാക്കാം. നോക്കുന്നതുപോലെ പലപ്പോഴും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ജീവിതത്തിന്റെ പ്രയാസങ്ങളും ഓരോരുത്തർക്കുമുണ്ട്. നാം പലപ്പോഴും വിചാരിക്കുന്നത് മറ്റുള്ളവർക്ക് പ്രശ്നമില്ല, എനിക്ക് കൂടുതൽ പ്രശ്നമില്ല. അങ്ങനെയല്ല. ഓരോരുത്തരുടെ കാര്യങ്ങൾ നാം മനസ്സിലാക്കിയാലാണ് അത് അറിയാനായിട്ട് കഴിയുകയുള്ളൂ. അത് നമ്മൾ പലത് അറിയാത്തത് കൊണ്ടാണ് അങ്ങനെയുള്ള ഒരു വിലയിരുത്തൽ വരുന്നത്. ദൈവസന്നിധിയിൽ നമുക്ക് വളരെ വിനയത്തോടുകൂടെ നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കാം. ദൈവസന്നിധിയിൽ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ തന്നെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാണ് എന്നുള്ള സാക്ഷ്യം ദൈവത്താൽ ലഭിക്കാം.
മാത്രമല്ല അങ്ങനെ ദൈവത്താൽ ലഭിക്കുന്നവർക്ക് ജീവിതാവസാനത്തിൽ ദൈവസന്നിധി പ്രതിഫലം നൽകുന്നവനാണ് ദൈവം. അതുകൊണ്ട് വളരെ സഹിഷ്ണുതയോടുകൂടെ വിശ്വാസ പാതയിൽ തന്നെ മുമ്പോട്ട് പോയി ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കാൻ ദൈവം നമുക്ക് ഇടവ നൽകട്ടെ. നമുക്ക്